ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രബീർ ദാസിനെ ലോൺ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് ഇപ്പോൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രാഹുൽ KP ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ്. ഒഡീഷയാണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത്. ചെന്നൈയിൻ FC ഡിഫൻഡറായ ബികാഷ് യുംനത്തെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അടുത്ത സീസണിൽ മാത്രമാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ജോയിൻ ചെയ്യുക. ഏതായാലും മലയാള മനോരമ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, ഒരുപാട് റൂമറുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ അവർ നൽകിയിട്ടുണ്ട്. രാഹുലിനെ കുറിച്ച് അതിൽ അവർ പറയുന്നുണ്ട്. ഒഡീഷ തന്നെയാണ് രാഹുലിനെ സ്വന്തമാക്കാൻ സാധ്യത എന്നാണ് മലയാള മനോരമ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ താരത്തിന് വേണ്ടി ചെന്നൈയിൻ, ഹൈദരാബാദ് എന്നിവരൊക്കെ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള കാര്യവും അവർ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് വിറ്റഴിക്കാൻ ഉദ്ദേശിക്കുന്ന ചില താരങ്ങളുടെ പേരുകൾ കൂടി ഇവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ പ്രതിരോധ നിരയിലെ ഇന്ത്യൻ താരമായ പ്രീതം കോട്ടാലാണ്. അദ്ദേഹം ട്രാൻസ്ഫർ ലിസ്റ്റിലുണ്ട്. പക്ഷേ ജനുവരിയിൽ അദ്ദേഹം ക്ലബ്ബ് വിടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. കോട്ടാലിനെ ഒഴിവാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അമാവിയ, ബ്രൈസ് മിറാണ്ട, സൗരവ് മണ്ഡൽ എന്നിവരുടെ പേരുകളും ട്രാൻസ്ഫർ മാർക്കറ്റിലുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിലുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അമാവിയെ ക്ലബ്ബ് വിടാൻ സാധ്യത കുറവാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ മാർക്കസ് മെർഗുലാവോ അത് തള്ളിക്കളയുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ബ്രൈസ് മിറാണ്ട ക്ലബിനകത്ത് അവസരം ലഭിക്കാത്ത ഒരു താരമാണ്. അദ്ദേഹം ക്ലബ്ബ് വിട്ടാലും അതിൽ അത്ഭുതപ്പെടാനില്ല. അതുപോലെ തന്നെ സൗരവ് മണ്ഡൽ, അദ്ദേഹം ഇപ്പോൾ ലോൺ അടിസ്ഥാനത്തിൽ ഗോകുലത്തിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സ്ഥിരമായി വിൽക്കാൻ ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫ്രഞ്ച് താരമായ അലക്സാണ്ട്രെ കോയഫിന് ക്ലബിനകത്ത് വലിയ ഒരു ഭാവി ഇല്ല എന്നതാണ്. ഒരുപക്ഷെ ഈ ജനുവരിയിലോ അതല്ലെങ്കിൽ വരുന്ന സമ്മറിലോ കോയഫിന് ക്ലബ്ബ് വിടേണ്ടി വന്നേക്കും എന്നാണ് മനോരമ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയധികം റൂമറുകളാണ് അവരിപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് നടത്തുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് വളരെയധികം ബിസി ആയിരിക്കും എന്ന കാര്യം നേരത്തെ മാർക്കസ് മെർഗുലാവ് തന്നെ പറഞ്ഞിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.